ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ കഥയാകട്ടോ. ഈ കഥയിലെ കഥാപാത്രങ്ങളും കഥയും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഇനി നിങ്ങളുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലുമായിട്ട് ഇതിനൊക്കെ രൂപസാദൃശ്യം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ കഥ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം. കാണണമെന്ന് പറയണം കാരണം എന്ന് വെച്ചാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിനകത്ത് വില്ലൻ ആരാണ്, വില്ലത്തി ആരാണ്, ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണം. കഥയിൽ ചോദ്യമില്ല, എന്നോടൊന്നും ചോദിക്കരുത്, എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് ചോദിക്കരുത്. ആ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ പറയണം ഇതിൻ്റെ വില്ലത്തി ആരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഥ തുടങ്ങണമെങ്കിൽ നമുക്ക് എൻ്റെ കഥയുടെ പേരാണ് താക്കോൽ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വായിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യം എന്തെന്നറിയണ്ടേ, എൻ്റെ കഥയുടെ പേരാണ് താക്കോൽ. അപ്പോൾ ഈ കഥയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ തരാം. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നൊരു ഇൻട്രൊഡക്ഷൻ തന്നാൽ മാത്രമേ നമുക്ക് ആ താക്കോലിൻ്റെ കഥയെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഒരു ചെറിയൊരു വീട്. ആ ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയും ഒരു മകനും ഒരു മരുമകളും 2 കുട്ടികളുമായിട്ട് അത്ര വലിയ സന്തോഷമല്ലാത്ത രീതിയിൽ അങ്ങ് ജീവിച്ചു പോകുന്നു കേട്ടോ. എന്താണ് അത്ര വലിയ സന്തോഷമല്ലെന്ന് ഓർക്കണം. കാരണം ഈ അപ്പനും അമ്മയും സംസാരിച്ചിട്ട് ഏകദേശം ഒരു 10-15 വർഷമായി. അവർ തമ്മിൽ ഒരുമിച്ചൊന്നും അല്ല ജീവിക്കുന്നത്. 2 മുറിയിലാണ്. ഒരു വീട്ടിലാന്നേ ഉള്ളൂ, 2 മുറിയിൽ തന്നെയാണ് കേട്ടോ കഴിയുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് കയറി വന്ന ഒരു മരുമോളുടെ കഥ കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ താക്കോലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കുറച്ച് ട്വിസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒത്തൊരുമയില്ലാത്ത ഈ ഫാമിലിയിലേക്ക് കടന്നു വരുന്ന മരുമോൾ കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പം അവിടുത്തെ അമ്മേനെ ഞാൻ കാർന്നോത്തി എന്നൊരു പേരിൽ ഞാനങ്ങ് അഭിസംബോധന ചെയ്യുക കേട്ടോ. ഈ കാർന്നോത്തിക്ക് അതങ്ങ് രസിക്കാതെ വരുന്നു. കാരണം വേറൊന്നുമല്ല, ഈ മരുമകൾ മകനുമായിട്ടും സ്നേഹബന്ധം, അതുപോലെ തന്നെ അവിടുത്തെ അപ്പനുമായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിലുണ്ട്. പക്ഷേ ഈ അമ്മയുടെ ഒരു ഈഗോ കാരണം എന്നെക്കാൾ ആ മരുമോൾക്ക് അല്ലെങ്കിൽ കെട്ടി വന്ന ആ പെണ്ണിന് കൊടുക്കുമോ എന്ന് പേടിച്ചിട്ട് അമ്മയ്ക്ക് ആ പെൺകുട്ടിയോട് വല്ലാത്തൊരു ഈഗോയാണ്. അപ്പോൾ ആ ഈഗോ പുള്ളിക്കാരത്തി പ്രകടിപ്പിക്കുന്ന എന്തിലൂടെയാണെന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ ആ പെൺകുട്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾക്ക് ആ അമ്മയ്ക്ക് അങ്ങോട്ട് സുഖിക്കായിക വരുന്നു. അങ്ങനെ ഇഷ്ടക്കേട് ഭയങ്കര പുള്ളിക്കാരത്തിയോട് ഭയങ്കര ഒരു എന്താ പറയുക അറ്റാച്ച് ഇല്ലാതെ സംസാരിക്കുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ പുള്ളിക്കാരത്തിൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് പുള്ളിക്കാരത്തി ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ ഏകദേശം കെട്ടടങ്ങി ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ താക്കോല് കഥ വരുന്നത് കേട്ടോ. അപ്പോൾ താക്കോല് കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുകയാണ് ഈ മകനും മരുമോളും കുഞ്ഞുങ്ങളും. നല്ല സന്തോഷമാണ്, നല്ല ഹാപ്പിയായിട്ട് പോകുന്ന ഒരു ലൈഫ്. അവരുടെ ലൈഫ് നല്ല സെറ്റപ്പാണ്. പക്ഷേ ഈ അപ്പനും അമ്മയും ഒരുമിച്ചല്ല ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. അവർക്കെന്ന് വെച്ചാൽ ഈ അപ്പനും അമ്മയ്ക്കും ചെറിയൊരു കുന്തളിപ്പ്. കാരണം എന്താണെന്നറിയോ, ഈ മകനും മരുമോളും നല്ല സൂപ്പറായിട്ടാണ് ജീവിക്കുന്നത്, നല്ല രസമായിട്ട്. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ എൻജോയബിളാണ്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു എന്താ പറയുക ക്രിമികടി എന്നൊക്കെ പറയാല്ലേ, ആ ഒരാണ് ഈ അപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നങ്ങൾ. അപ്പം ഒരു ദിവസം ഒരു ഞായറാഴ്ച ഇവർ വൈകുന്നേരം 4 മണിയുടെ കുർബാനയ്ക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞപ്പം വീട്ടിൽ കാർന്നോത്തി ഇങ്ങനെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ മരുമോള് പേരെ അങ്ങോട്ട് പൂട്ടിയിട്ട് താക്കോൽ എന്നും വെക്കുന്ന ആ അരകല്ലിൻ്റെ ഓവിൻ്റെ ഇടയ്ക്ക് കൊണ്ട് അങ്ങ് വെച്ചു. എന്ത് ചെയ്യാം, അവളുടെ കാര്യം പള്ളിയിൽ പോയി. അതുപോലെ തന്നെ കുറേ ഷോപ്പിംഗ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് നല്ല അടിച്ചു പൊളിച്ച് പിന്നെ ഈ മരുമോൾക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് കേട്ടോ. പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ചായയോ കടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചിട്ട് വരുന്ന വഴിക്കാണ് ഇന്ന സ്ഥലത്ത് നമുക്കൊന്ന് കാണാൻ പോകാടി എന്ന് പറഞ്ഞു ഈ മകൻ. ആയിക്കോട്ടെ നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞ് ഈ മരുമോളെയും കൂട്ടിക്കൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇത് നല്ല അടിപൊളിയായിട്ട് ഈ മകനും മരുമോളും കൂടെ നല്ല ഹാപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ രസിച്ച് ചിരിച്ച് കളിച്ച് ഇങ്ങനെ വരും കേട്ടോ. അപ്പം ഏകദേശം ഒരു 8 മണിയൊക്കെ സമയമായി കേട്ടോ. 4 മണിയായപ്പോൾ പോയതാണെന്ന് കൂട്ടിക്കോണേ. 8 മണിയൊക്കെ അപ്പോൾ ഇവർ നല്ല സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പം അവർ കാണുന്ന കാഴ്ച എന്നാണെന്നറിയാമോ, ഈ കാർന്നൊരു കസാരയിൽ ഇരിപ്പുണ്ട് കേട്ടോ. കഥ കടച്ചിട്ടേക്കുവാണേ. കാർന്നോത്തിയുടെ കസിൻസ് 2 പേരും തൊട്ട അയൽപ്പക്കത്തെ വീടുകളിൽ കൂടെ താമസിക്കുന്നുണ്ട്. 2 കസിൻസ് താമസിക്കുന്നുണ്ട്. ഒരാൾ തൊട്ട് താഴെയും ഒരാൾ തൊട്ട് മുകളിലും. എന്താണ് ഈ വെളിയിലിരിക്കുന്നത്? ഇതങ്ങ് മരുമോളങ്ങ് ചോദിച്ചു. എന്തുകൊണ്ടാണ് വെളിയിലിരിക്കുന്നത്? കാരണം പൂട്ടി താക്കോൽ എവിടെയാണ് വെച്ചിരുന്നത്? അരകല്ലിൻ്റെ പൊത്തിലല്ലേ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളെന്ത് താക്കോൽ കാണാത്തതെന്ന് ചോദിച്ചു. അന്നേരത്തേക്കും അപ്പൻ്റെ മറുപടി, ഞാൻ കണ്ടില്ല താക്കോൽ, ഞാൻ കുറേ തപ്പി. എന്നും വെക്കുന്നിടത്ത് വെച്ചിട്ട് പോയാൽ എന്തായിരുന്നു കുഴപ്പം? അവിടെ തന്നെ വെച്ചാൽ പോരായിരുന്നോ? എന്തിനാ ഈ മാറ്റിക്കൊണ്ട് നടക്കുന്നത് എന്ന് അപ്പൻ്റെ പേർക്ക് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ കഥാപാത്രമായ അമ്മ ഇറങ്ങി വരുന്നത്. അമ്മ മുകളിലത്തെ കസിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞായിരുന്നു. ഇറങ്ങി വന്നിട്ടും അമ്മ പറഞ്ഞു, ഇവള് പൂട്ടി താക്കോലുമായിട്ട് ഇവൾ പോയതാണ്. ഞങ്ങൾ പെരക്കകത്ത് കയറാതിരിക്കാൻ വേണ്ടി ഈ മരുമോള് പൂട്ടി താക്കോലുമായിട്ട് പോയതാണെന്ന് പറഞ്ഞ് അവളതങ്ങ് പ്രസ്താവിച്ചെടുത്തു പുള്ളിക്കാരത്തി.
ഈ മരുമകളുടെ മേലെ താക്കോൽ കൊണ്ടുപോയതാണെന്ന് വെച്ചു. ഞങ്ങളെല്ലായിടത്തും തപ്പി, ഞങ്ങൾ കണ്ടില്ല. അതിനുശേഷം ഇവർ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, അപ്പനും അമ്മയും തമ്മിൽ സംസാരിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ അവർ ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പറയും കേട്ടോ. ആ ചീത്ത പറയുന്നതിനകത്ത് പറഞ്ഞു, മരുമോൾ എടുത്തുകൊണ്ട് പോയതായിരിക്കും, നിങ്ങൾ വലിയ ടൈയപ്പല്ലേ മരുമോളും അപ്പനും, അപ്പം നിങ്ങൾക്ക് ചോദിച്ചാൽ തന്നെ അവൾ എവിടെയാണ് കൊണ്ടു വെച്ചേക്കുന്നതെന്ന്, അവൾ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ എന്നാന്ന് ഈ കാർന്നവരോട് ചോദിച്ചു. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിൽ ഇടയിൽ ഈ പുള്ളിക്കാരത്തിൻ്റെ ഒരു കസിനാണ് തൊട്ട് താഴെ താമസിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരത്തിക്ക് ആ കസിൻ്റെ വീട്ടിൽ കയറത്തില്ല, കാരണം അവരിറക്കി വിട്ടതാണ്. കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവമാണ്. മരുമോൾ അവിടെ കയറി പോകുന്ന വീടാണത്. അപ്പോൾ ഈ മരുമോളെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു തരം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു നമ്മുടെ ഈ അമ്മ കാർന്നോത്തി. അവിടെ നിന്ന് ഇറക്കി വിടണം, അതിനുശേഷം അവളവിടെ കയറണ്ട, എനിക്ക് കയറാൻ പറ്റാത്തടുത്ത് അവൾക്കും കയറണ്ട എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാർന്നവർക്ക് പുള്ളിക്കാരത്തിലെ സ്വന്തം കസിനാണ് അവിടെ താമസിക്കുന്നതുകൊണ്ട് ഈ അയാളോട് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല, അയാളോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരൻ അന്നേരം ഒരു ചെറിയൊരു കഥയും അങ്ങോട്ട് ചമച്ചു. എന്താണെന്നറിയാമോ, ഈ ആരോരും ഇല്ലാത്ത സമയത്ത് ഈ കസിന് ഈ മരുമോളുടെ അടുത്ത് കയറി വന്നെന്ന് അയാൾ അങ്ങോട്ട് കഥയും അങ്ങോട്ട് ഉണ്ടാക്കി. എന്തിനാണെന്നറിയാമോ, അയാളോടുള്ള ദേഷ്യം കൊണ്ട്. പക്ഷെ ഇത് ഈ പുള്ളിക്കാരത്തി ഈ കാർന്നോത്തി എന്ത് ചെയ്തെന്നറിയാമോ, അതങ്ങ് വലിയ ആഘോഷമാക്കി എടുത്തു. കാരണം അവരെയൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞ് നാട്ടുകാരെയൊക്കെ ഒന്ന് കേൾപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും, ഇനി മരുമോൾ ഇനി താഴത്തെ വീട്ടിൽ പോവണ്ട എന്നൊരു വർത്താനം പറയുമല്ലോ എല്ലാവരും കൂടെ. പ്രത്യേകിച്ച് ഈ മരുമോളുടെ ഹസ്ബൻഡ് പറയും, എന്ന് വെച്ചാൽ അവരുടെ മകൻ പറയും. അങ്ങനെയൊക്കെ ഓർത്ത് പുള്ളിക്കാരത്തെ നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി താഴത്തെ കസിനെയൊക്കെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ശരിയാണോ ഇങ്ങനെ പറയുന്ന കേട്ട് ശരിയാണോ എന്ന് ഈ ഒരു കാർന്നോത്തി അങ്ങോട്ട് എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചങ്ങോട്ട് ചോദിച്ചു. പക്ഷെ സത്യാവസ്ഥ അറിയാവുന്ന ആ ഒരു കസിനും അവരുടെ ഫാമിലിയും പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും അന്വേഷിക്കാൻ നേരമില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളാൻ പറഞ്ഞ് അതങ്ങോട്ട് നിർത്തി കേട്ടോ. ഇപ്പോൾ ഇത്രയും പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മരുമോൾ പോയി താക്കോൽ പോയി തപ്പി കേട്ടോ. താക്കോൽ പോയപ്പം എന്നും ആ അരകല്ലിൻ്റെ ആ ഓവിൻ്റെ പൊത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന സാധനമാണേ. പക്ഷെ അന്ന് അവിടെ ഇല്ല, അത് ആ ഓവിനകത്ത് ഇല്ല താക്കോൽ. ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും കാണാൻ പാകത്തിന് താക്കോൽ വെറുതെ അവിടെ ഇങ്ങനെ വെച്ചേക്കുക കേട്ടോ. ഈ അരികത്ത് ചുമ്മാ വെച്ചേക്കുക, മനസ്സിലായോ? ആ ചുമ്മാ അരികത്ത് നമ്മൾ ചെന്ന് കാണാവുന്ന രീതിയിൽ ആ താക്കോൽ അവിടെ ഇരിപ്പുണ്ടായി. മരുമോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അപ്പം മരുമോൾ താക്കോൽ എടുത്തുകൊണ്ട് വന്ന് കതക് തുറന്നപ്പം അവിടെ പറഞ്ഞൊരു ഡയലോഗാണ്, കണ്ടോ അവൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന താക്കോൽ അവൾ എടുത്തുകൊണ്ട് വന്ന് തുറന്നു എന്ന്. അപ്പോൾ കേൾക്കുന്നവരെല്ലാവരും മനസ്സിലാക്കും, മരുമോൾ പെര പൂട്ടി താക്കോലും കൊണ്ട് പോയി, കാരണന്മാരെ പെരയ്ക്കകത്ത് കയറ്റാതെ. അതായി അവിടെ. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന മകനുണ്ടല്ലോ, മകന് മനസ്സിലായി ഇത് ചെറിയൊരു കളിയാണ്, മകളെ ട്രാപ്പിലാണ് വെച്ചാൽ എൻ്റെ ഭാര്യ എന്നെ ട്രാപ്പിലാക്കാനുള്ള ചെറിയൊരു കളിയാണെന്ന് മനസ്സിലാക്കിയ മകൻ പറഞ്ഞു, അതൊരു കാര്യം, താക്കോല് കണ്ടില്ലെന്ന് അമ്മ പറയുന്നു. അമ്മ എന്തുകൊണ്ടാണ് ഈ ഒരു മകനെ വിളിക്കാത്തതെന്ന് മകൻ ഈ ഒരു അമ്മയോട് ചോദിച്ചു. നാഴിക്ക് 40 വട്ടം എന്നെടുക്കുക, ചോറ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ അടുത്ത് എന്തുകൊണ്ട് താക്കോല് കണ്ടില്ലെന്ന് പറഞ്ഞ് വിളിച്ചില്ലെന്ന് ഈ മകൻ ചോദിച്ചു. മകൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം അമ്മയുടെ കയ്യിൽ ചെറിയൊരു കള്ളത്തരം ഉണ്ടേ, കുറ്റം ചാർത്തി കൊടുക്കാൻ വേണ്ടി കേട്ടോ. ചാർത്തുക എന്ന് പറഞ്ഞാൽ കുറ്റം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാമെന്ന്. താക്കോല് കണ്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇവളെ തല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമാവുമെന്ന് കാർന്നോത്തിയോട് ചോദിച്ചു. കാർന്നോത്തി എന്നാലും, അയ്യോ എനിക്കൊന്നും കേൾക്കാൻ വയ്യേ, എനിക്കൊന്നും കാണാനും പറ്റിയല്ലേ, എനിക്കിനി ജീവിക്കണ്ടേ, ഞാനൊരു സാധനത്തിന് നിങ്ങൾക്ക് ആരുടെ അടുത്തും വരുന്നതല്ല, ഞാൻ അങ്ങനെ എന്നല്ലേലും ആർക്കും കാണത്തില്ല, ഞാൻ ഒരു വിധത്തിലാണ് ഇവിടെ ജീവിച്ചു പോകുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒരു നാടകം അങ്ങോട്ട് പാസ്സാക്കി. എല്ലാവർക്കും ഏകദേശം മനസ്സിലായി. കാരണം ഇതിനകത്ത് വില്ലത്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്ത് നിങ്ങൾ പറയണം. അങ്ങനെ ആ വില്ലത്തി അങ്ങനെ കിടന്ന് വിലസി. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ വില്ലത്തി ചിലപ്പോൾ അതിനകത്ത് മരുമോളായിരിക്കാം, ചിലപ്പോൾ മരുമോനായിരിക്കാം, ചിലപ്പോൾ അപ്പനായിരിക്കാം, ചിലപ്പോൾ അമ്മയായിരിക്കും. ഇതിൽ ആരെങ്കിലും ആയിരിക്കും അതിനകത്ത് വില്ലത്തി. കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടെന്ന് കാര്യം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, താക്കോലിൻ്റെ 2ാമത്തെ കഥയുണ്ട് കേട്ടോ. താക്കോലിൻ്റെ അത് ഭയങ്കര ട്വിസ്റ്റായിട്ടുള്ള കഥയാണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.